നമസ്കാരം. കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. ഇന്നലെ 3 കേസുകൾ അവിടെ സ്ഥിരീകരിച്ചിരുന്നു. കണ്ണൂരിൽ ആകെ 50 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 2552 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ആശുപത്രിയിൽ 103 പേരും വീടുകളിൽ 2449 പേരും. 2 പേർ കൂടി രോഗം ഭേദമായി ആശുപത്രി വിട്ടു. 2801 ഫലം വന്നിട്ടുണ്ട്. ഇവയിൽ 2626 നെഗറ്റീവാണ്. ഇനി 159 ഫലം കൂടി ലഭിക്കാനുണ്ട്. മനു ഭരത് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. മനു, കണ്ണൂരിൽ 3 പേർക്ക് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചു. എന്താണ് നിലവിലുള്ള സാഹചര്യം? ഇവരുടെ പശ്ചാത്തലം, സമ്പർക്കം ഒക്കെ അറിവായിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസമായി പോലീസ് നടത്തുന്ന കർശന പരിശോധനയ്ക്ക് ഫലം കണ്ടു എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ ഒരു വലിയ കുറവുണ്ട്. സാധാരണ വലിയ ബ്ലോക്ക് കാണുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അത്യാവശ്യം ചില യാത്രക്കാർ മാത്രമേ റോഡിൽ വാഹനവുമായി എത്തിയുള്ളൂ എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും ഇന്നലെ 32 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ലോക്ക്ഡൌൺ നിയമങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് 70 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ 3 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 2 പേർ ദുബായിൽ നിന്നെത്തിയവരാണ്. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. മാർച്ച് 17 വന്ന മൂര്യാട് സ്വദേശിയായ 21-കാരനും മാർച്ച് 21 വന്ന നെടുമ്പാശ്ശേരി വഴി വന്ന ചെറുവാഞ്ചേരി സ്വദേശിയായ 20-കാരിക്കുമാണ് ഈ രോഗം ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇത് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് യാതൊരു രോഗലക്ഷണവുമില്ലാത്ത വ്യക്തികളിൽ ഈ കോവിഡ്-19 സ്ഥിരീകരിക്കുന്നത് ആരോഗ്യ വകുപ്പിന് ചെറുതല്ലാത്ത ഒരു ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഇത്രയും കാലം കഴിഞ്ഞും ഇത് നിലനിൽക്കുന്നു എന്നത് നേരത്തെ നമ്മൾ നിശ്ചയിച്ച 28 ദിവസത്തെ ക്വാറന്റൈൻ്റെ അപ്പുറത്തേക്കൊക്കെ കാര്യങ്ങൾ നീട്ടേണ്ടി വരുമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും മുന്നേറുന്നു. അതായത് മൂര്യാട് സ്വദേശിയായ ഒരു 40-കാരന് സമ്പർക്കത്തിലൂടെ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നിരീക്ഷണത്തിലാണ്. മറ്റ് വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇത്രയും കാലം കഴിഞ്ഞ് ഒരു മാസവും അല്ലെങ്കിൽ 1.5 മാസമൊക്കെ കഴിഞ്ഞ് ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം അത് ഒന്ന് വിശകലനം ചെയ്യണം എന്നാണ് ജില്ലയിലെ ഈ ആരോഗ്യ വകുപ്പിൻ്റെയും അതുപോലെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും നിലപാട്. മനു ഭരത്താണ് കണ്ണൂരിൽ നിന്ന് ചേർന്നത്. കാസർഗോഡേക്ക് പോകാം. ആകെ 13 പേരാണ് ഇപ്പോൾ കാസർഗോഡ് ചികിത്സയിൽ കഴിയുന്നത്. 1958 പേർ നിരീക്ഷണത്തിലുണ്ട്. 35 പേർ ആശുപത്രിയിലും 1923 പേർ വീടുകളിലുമാണ്. കാസർഗോഡ് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തുതയാണ് ഇനി ഇന്നലെ രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. അദ്ദേഹത്തിന് എങ്ങനെ രോഗബാധയുണ്ടായി എന്നുള്ളത് ഇനിയും ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നതേയുള്ളൂ. ഇദ്ദേഹത്തിന് വിദേശത്തുനിന്ന് വന്ന ആരുമായി ബന്ധമില്ല, വിദേശത്ത് പോയിട്ടില്ല, രോഗമുള്ള ആരുമായിട്ടും സമ്പർക്കത്തിലും ഏർപ്പെട്ടിട്ടില്ല. സമ്പർക്ക പട്ടികയിൽ വീട്ടുകാർ ഉൾപ്പെടെ 50-ലേറെ പേരാണ് ഉള്ളത്. KV ബൈജു ചേരുന്നു. ബൈജു, കാസർഗോഡ് ആശങ്കയാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ അണുബാധ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് രോഗബാധ എങ്ങനെ എന്നുള്ളത് വ്യക്തമല്ല. ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ 50-ലേറെ പേർ ഉണ്ട്. ഇദ്ദേഹത്തെ ചികിത്സിച്ച 2 ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ളവർ നിരീക്ഷണത്തിലാണ്. എന്താണ് അവസ്ഥ അവിടെ? ജില്ലയിൽ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടാത്ത അജാനൂർ പഞ്ചായത്തിലാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മാവുങ്കൽ സ്വദേശിക്കാണ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. എന്തായാലും ഇയാൾക്ക് എവിടെ നിന്നാണ് രോഗം പകർന്നതെന്ന് സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുന്നു. ഇതുതന്നെയാണ് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യവും. എന്തായാലും ഇയാൾ ഈ മാസം 16-ാം തീയതിയാണ് ഇയാൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. എന്നാൽ രോഗലക്ഷണങ്ങളില്ലാത്തതിനെ തുടർന്ന് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുകയായിരുന്നു. ഇതിനുശേഷം 24-ാം തീയതി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലെത്തിയതിനെ തുടർന്നാണ് ഇയാളെ ഐസൊലേഷനിൽ പ്രവേശിച്ചത്. ഈ സമയത്തിനിടയിൽ നിരവധി പേരുമായാണ് ഇയാൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടതെന്നതും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇയാളെ ചികിത്സിച്ച 2 ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ തന്നെ ഇയാളുടെ വീട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതുകൂടാതെ കൂടുതൽ പേരുമായി ഇയാൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം 6-ാം തീയതി ഇയാൾ കുടക് സന്ദർശിച്ചതായി പറയപ്പെടുന്നു. എന്തായാലും ഇയാൾക്ക് മറ്റ് വിദേശ ബന്ധങ്ങളോ സമ്പർക്ക ബന്ധങ്ങളോ ഇല്ല എന്നത് തന്നെയാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഇയാൾ ഇത്തരത്തിൽ സഹകരിക്കുന്നില്ല എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇന്നലെ 2 രോഗികളാണ് ഇത്തരത്തിൽ രോഗവിമുക്തി നേടി ആശുപത്രി വിട്ടത്. ഇന്നും കൂടുതൽ പേർ ആശുപത്രി വിടുമെന്ന് തന്നെയാണ് അറിയുന്നത്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് നഗരസഭയെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു. കാരണം ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ രോഗികളും ഡിസ്ചാർജ് ആയിരിക്കുന്നു. അത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേരിയ ആശ്വാസത്തിന് വക നൽകുന്നു. ശരി, KV ബൈജു ആണ് ചേർന്നത്. കോട്ടയത്തേക്ക് പോകാം. ആകെ 18 പേരാണ് ചികിത്സയിലുള്ളത്. 1040 പേർ നിരീക്ഷണത്തിൽ, 19 പേർ ആശുപത്രിയിലും 1021 പേർ വീടുകളിലുമാണുള്ളത്. കോട്ടയത്തെ രോഗവിമുക്തരായവർ 3 പേർക്ക് രോഗം ഭേദമായി. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത് 1166,
729 ഫലവും നെഗറ്റീവാണ്. ഇനി 395 ഫലം കൂടി ലഭിക്കാനുണ്ട്. ജി ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. കോട്ടയത്ത് പരിശോധനാ ഫലം വൈകുന്ന പ്രതിസന്ധി ഉണ്ട്. അത് ഇന്ന് പരിഹരിക്കപ്പെടുമോ ശ്രീജിത്ത്? തീർച്ചയായും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. മിനിയാന്ന് ഏതാണ്ട് 6 ഫലങ്ങൾ മാത്രമാണ് വന്നത്. ഇന്നലെ അത് 25ലേക്ക് എത്തി. 395 പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട് എന്നുള്ളത്, അതായത് വലിയ റാൻഡം സാമ്പിൾ ശേഖരം നടത്തി. പക്ഷേ അത്രയും വേഗത്തിൽ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ വേഗത്തിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്ന് എത്രത്തോളം ഫലം വരുന്നു എന്നതനുസരിച്ചായിരിക്കും സമൂഹ വ്യാപനം ഉണ്ടായോ എന്ന കാര്യത്തിലും ഒരു അന്തിമമായ വ്യക്തത കൈവരുത്താനാകുക. എന്തായാലും ജില്ലയിൽ പോലീസ് നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ്. ADGP കെ പത്മകുമാർ ജില്ലയിൽ എത്തുകയും വിവിധ സ്ഥലങ്ങളിൽ പ്രശ്നബാധിത മേഖലകളിലെല്ലാം സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ പോലീസ് നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വാഹനങ്ങളടക്കം പുറത്തിറങ്ങുന്നത് നന്നായി കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ആശുപത്രിയിൽ കഴിയുന്ന 18 പേരാണുള്ളത്. ഇടുക്കിയിൽ നിന്നുള്ള ഒരാൾ ഉൾപ്പെടെ. അവരുടെ എല്ലാം ആരോഗ്യനില തൃപ്തികരമാണ്. ശരി, ശ്രീജിത്താണ് ചേർന്നത്. ഇടുക്കിയിലേക്ക് പോകാം. ആകെ 13 പേരാണ് ഇടുക്കിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 1462 പേർ ഇപ്പോഴും നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 23 പേരും വീടുകളിൽ 1439 പേരും. രോഗം ഭേദമായവർ 10. ആകെ ശേഖരിച്ച സാമ്പിളുകൾ 1103. ഇന്നലെ മാത്രം 103 സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയും 379 ഫലം കൂടി ലഭിക്കാനുണ്ട്. സന്ദീപ് രാജക്കാട് ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. സന്ദീപ്, ഗ്രീൻ സോൺ, എല്ലാം സുരക്ഷിതം, ആകെ ആശ്വാസം എന്നൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്നാണ് ആശങ്കയും ഭീതിയും ഇടുക്കി ജില്ലയിലാകെ പടർന്നത്. എന്തൊക്കെയാണ് അവിടെ എടുത്തിരിക്കുന്ന മുൻകരുതലുകൾ? എങ്ങനെയാണ് ജാഗ്രത? എങ്ങനെയൊക്കെയാണ് പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്? ഇടുക്കിയിൽ ഇന്ന് ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ആദ്യം കോവിഡ് ബാധ, രണ്ടാം ഘട്ടത്തിൽ ആദ്യം കോവിഡ് ബാധ സ്ഥിരീകരിച്ച 4 പേർക്കും അതിനുശേഷം ഇവരുമായി സമ്പർക്കത്തിലൂടെ പകർന്ന 2 പേരുടെയും രണ്ടാമത്തെ ഫലം നെഗറ്റീവാണ് എന്നതാണ്. അത് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 6 പേരുടെ കോവിഡ് ടെസ്റ്റ് രണ്ടാമതായി വന്നിരിക്കുന്ന പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നതാണ്. ഇനി 372 പരിശോധനാ ഫലങ്ങളാണ് വരാനുള്ളത്. ഇവ കൂടി പരിശോധനാ ഫലത്തിൽ പോസിറ്റീവ് കേസുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ ആശ്വാസകരമാകും ഇടുക്കിക്ക് എന്ന നിലയിലാണ് കണക്കുകൂട്ടപ്പെടുന്നത്. എന്നാൽ മൂന്നാറിലടക്കമുള്ള മേഖലകളിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പാലക്കാട് സ്വദേശിക്ക്, ശാന്തൻപാറയിൽ ജോലിക്കെത്തിയിരുന്ന പാലക്കാട് സ്വദേശിക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇത് പാലക്കാടിൻ്റെ പട്ടികയിലാണ് വന്നിരുന്നതെങ്കിലും ശാന്തൻപാറ, പുത്തരി അടക്കമുള്ള മേഖലകളിൽ ഇയാൾ പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം നിരീക്ഷണത്തിലാക്കും എന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം മൂന്നാറിലെ മണി എന്ന 60-കാരനായ കോവിഡ് ബാധിതന്റെ ബന്ധു ആരോഗ്യ പ്രവർത്തകയാണ്. ഇവർ അടുത്ത ഒരു വീട്ടിൽ കഴിയുകയും അതോടൊപ്പം തന്നെ വീണ്ടും ജോലിക്ക് പോയിരുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ഇത്തരം 1-2 ആശങ്കകൾ ഇടുക്കിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് വരാനിരിക്കുന്ന പരിശോധനാ ഫലങ്ങളാണ് ഏറെ നിർണായകം. തമിഴ്നാട്ടിൽ നിന്നടക്കം കേരളത്തിലെത്തി നിരീക്ഷണത്തിൽ കഴിയുന്ന നിരവധി ആളുകളുടെ പരിശോധനാ ഫലമാണ് ഇനി വരാനുള്ളത്. ശരി, സന്ദീപ് രാജക്കാടാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വരാനുള്ള പരിശോധനാ ഫലങ്ങളിലേക്ക് ഉറ്റുനോക്കി ഇടുക്കി. ആകെ 9 പേരാണ് കൊല്ലത്ത് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കൊല്ലത്ത് 1184 പേർ നിരീക്ഷണത്തിലുണ്ട്. 36 പേർ ആശുപത്രിയിലും 1148 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. 18,990 പേർ ഗൃഹനിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 1422 സാമ്പിളുകളിൽ 19 എണ്ണത്തിന്റെ ഫലം പ്രതീക്ഷിക്കുന്നു. 5 പേർ കൂടി രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങി. വിനോദ് ചേരുകയാണ്. വിനോദ്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണല്ലോ ഇപ്പോൾ നിലവിലുള്ള 9 പേർ ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യ സ്ഥിതി എങ്ങനെയാണ്? ജില്ലയിലെ പൊതുവായ സാഹചര്യം എന്താണ്? ഇന്നെന്തെങ്കിലും പരിശോധനാ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ തമിഴ്നാടുമായി അടുത്ത് കിടക്കുന്ന പഞ്ചായത്തുകളിലെയും അതോടൊപ്പം തന്നെ ചാത്തന്നൂരിലെ ആരോഗ്യ പ്രവർത്തകരുടെ ഈ രോഗബാധ സംബന്ധിച്ച വിവരങ്ങളും ലഭ്യമായിട്ടുണ്ടോ? 2 ദിവസങ്ങളായി പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ഇന്ന് പുറത്തു വരുന്ന ചില വിവരങ്ങൾ 3 പേർക്ക് പോസിറ്റീവിന്റെ ലക്ഷണങ്ങളുണ്ട്. ഇവരുടെ പ്രാഥമികമായ പരിശോധന പൂർത്തിയായി. വൈകിട്ടോടുകൂടിയാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുക. ചാത്തന്നൂരിൽ തന്നെ 2 പേർക്ക്, 9 വയസ്സുള്ള ഒരു കുട്ടിക്കും മറ്റൊരു മുതിർന്ന ആളിനും ഈ രോഗം സ്ഥിരീകരിച്ചു എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ലക്ഷണങ്ങൾ എന്ന തരത്തിലുള്ള വിവരങ്ങൾ ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇന്ന് 3 കേസുകൾ ആ തരത്തിലാണ് സംശയിക്കപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ മറ്റിടങ്ങളിൽ കാര്യമായ, പ്രത്യേകിച്ച് കുളത്തൂപ്പുഴയിലാണ് നമ്മൾ നേരത്തെ വലിയ ആശങ്കയോടെ കണ്ടിരുന്ന ഒരിടം. കാരണം
തമിഴ്നാട്ടിൽ പോയി വന്ന ആളും അദ്ദേഹവുമായി അടുത്തിടപഴകിയ രണ്ടുപേർക്കും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 ദിവസങ്ങളായി കുളത്തൂപ്പുഴയിൽ നിന്ന് ആ തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആര്യക്കാവ്, തെങ്കാശി, തെന്മല തുടങ്ങിയ മേഖലകൾ, തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പോലീസിന്റെ ശക്തമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് മറ്റിടങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഒരു ജാഗ്രത പുലർത്തുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പലരും പോലീസിന്റെ കണ്ണ് വെട്ടിച്ചു വരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ ഒരു നിയന്ത്രണങ്ങളാണ് പോലീസ് ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അഫിഡവിറ്റുകൾ പരിശോധിച്ച് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോഴും വാഹനങ്ങൾ കടത്തിവിടുന്നതും ആ തരത്തിലുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതും. പ്രദീപ്, ശരി. വി വിനോദാണ് ചേർന്നത്. നമുക്കിനി മലപ്പുറം ജില്ലയിലേക്ക് പോകാം. ഒരാൾ മാത്രമാണ് ചികിത്സയിലുള്ളത്. 1867 പേർ നിരീക്ഷണത്തിലുണ്ട്. 70 പേർ ആശുപത്രിയിലും 1797 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. പ്രത്യേക നിരീക്ഷണത്തിൽ 101 പേരുണ്ട്. കോവിഡ് കെയർ സെന്ററുകളിൽ 55 പേർ സ്വയം നിരീക്ഷണത്തിലും ആണ്. സമ്പർക്ക വിലക്കിലാണ്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് മലപ്പുറം ജില്ലയിലെ പൊതുവായ സാഹചര്യം? റെഡ് സോണിലാണെങ്കിലും മലപ്പുറം ജില്ലയിൽ കാര്യങ്ങൾ അല്പം ഭേദപ്പെട്ട നിലയിലേക്ക് വരികയാണിപ്പോൾ. ഒരു പഞ്ചായത്ത് കൂടി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കാലടി പഞ്ചായത്താണ്, എടപ്പാൾ കാലടി പഞ്ചായത്താണ്. ഇതടക്കം 7 ഗ്രാമപഞ്ചായത്തും ഒരു നഗരസഭാ വാർഡുമാണ് റെഡ് സോൺ ജില്ലയിലുള്ള മലപ്പുറത്തെ ഹോട്ട്സ്പോട്ടുകൾ. ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ചില ഇളവുകൾ കൂടി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഏപ്രിൽ 30 മുതൽ ഇവിടെ സ്വകാര്യ മേഖലയിൽ ലഭ്യമായ തൊഴിലാളികളെ കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ തൊഴിലാളികളുടെ എണ്ണം 10-ൽ കൂടാൻ പാടില്ല. ഒപ്പം ഗ്ലാസ്, പെയിന്റ്, ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ തുറക്കാനും അനുമതിയുണ്ട്. മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രങ്ങൾ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 5 വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ചില മേഖലകൾക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജില്ലയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നടപടി നടക്കുന്നത് ജില്ലയിലേക്ക് വരുന്ന പ്രവാസികളെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലാണ്. മലപ്പുറം ജില്ലയിലെ എല്ലാ നഗരത്തിലും ഉള്ള ലോഡ്ജുകൾ, ഹോട്ടലുകൾ, അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ താമസിപ്പിക്കാൻ സൗകര്യമുള്ള മുറികൾ, ഇത് ഹോസ്റ്റലുകൾ വരാം, ഹോസ്പിറ്റൽ വാർഡുകൾ വരാം. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടി സർക്കാർ ബുക്ക് ചെയ്യാൻ പോവുകയാണ് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എയർപോർട്ടിൽ SP-യും കളക്ടറും അടങ്ങുന്ന ഉന്നതർ പങ്കെടുക്കുന്ന ഒരു യോഗവും എയർപോർട്ടിലെ സൗകര്യങ്ങൾ വിലയിരുത്താൻ ഇന്ന് രാവിലെ ചേർന്നിട്ടുണ്ട്. ശരി. CV അനുമോദാണ് ചേർന്നത്. വിദേശത്ത് നിന്ന് വരുന്ന പ്രവാസികളെ ഏറ്റെടുക്കാൻ ഉള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട്ടേക്ക് പോകാം. ആകെ 8 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 1021 പേർ നിരീക്ഷണത്തിലുണ്ട്. 53 പേർ ആശുപത്രിയിലും 968 പേർ വീടുകളിലും കഴിയുന്നു. കോഴിക്കോട് 33 പേർ കൂടി നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കിയവർ ആകെ 21,998. അതാണ്ട് ഏതാണ്ട് 22,000 പേർ നിരീക്ഷണം കാലാവധി പൂർത്തിയാക്കിയിരിക്കുകയാണ്. മാനസികാരോഗ്യ ഹെൽപ്പ് ലൈനിലൂടെ 39 പേർക്ക് കൗൺസിലിംഗും നൽകി കോഴിക്കോട്. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, നിലവിൽ ഹോട്ട്സ്പോട്ടാണ് കോഴിക്കോട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? കൂടുതൽ പരിശോധനാ ഫലങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോസിറ്റീവ് കേസുകൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് പുറമെ കഴിഞ്ഞ ദിവസവും 4 പേർ ഡിസ്ചാർജ് ചെയ്ത് രോഗം ഭേദമായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കോഴിക്കോട് റെഡ് സോണിൽ തന്നെ, കോഴിക്കോട് ജില്ല റെഡ് സോണിൽ തന്നെ തുടരുകയാണ്. അതിതീവ്ര മേഖലയിൽ തന്നെ തുടരുകയാണ്. അതിൽ ഒരു 4 പ്രദേശം, അഴിയൂർ, വടകരയിലെ ചില ഭാഗങ്ങൾ, ഒപ്പം തന്നെ കോടഞ്ചേരി, ഈ പ്രദേശങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങൾ റെഡ് സ്പോട്ടായി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കർശനമായ നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ രാവിലെ 8 മുതൽ 11 വരെ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ ഉൾപ്പെടെയുള്ള കർശന നിയന്ത്രണങ്ങളുണ്ട്. മറ്റിടങ്ങളിൽ സാധാരണ പോലെ തന്നെ ഈ റെഡ് സോൺ ആയതുകൊണ്ടുള്ള കർശന നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അനാവശ്യമായി അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ ഇപ്പോഴും കർശന നിയന്ത്രണവും നടപടികളുമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി കൂടുതൽ വാഹനങ്ങൾ നഗരത്തിലേക്കും പുറത്തേക്കുമൊക്കെ എത്തുന്ന സാഹചര്യമുണ്ട്. കാരണം തുറന്നിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ആശുപത്രി കേസുകളൊക്കെയായി കൂടുതൽ പേർ നഗരത്തിലേക്കും പുറത്തേക്കുമൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ പോലീസിൻ്റെ കർശന പരിശോധന ഇവിടെയെല്ലാം തുടരുകയാണ്. 7 കേസ് കോഴിക്കോട് ജില്ലക്കാരായ 7 കേസ്, അതിലൊരു തമിഴ്നാട് സ്വദേശി കൂടിയുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ സ്വദേശി ഒരാളും. അങ്ങനെ 8 കേസുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. കോഴിക്കോട് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരു 350 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ റെഡ് സ്പോട്ടായി കണ്ടെത്തിയ മേഖലയിൽ നിന്നും അഴിയൂർ, വടകരയിലെ ചില ഭാഗങ്ങൾ, ഒപ്പം തന്നെ കോടഞ്ചേരി, ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള
സെൻസിറ്റീവായ ആ സ്ഥലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ഒരു 350 സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധനാ ഫലം കോഴിക്കോട് ജില്ല ഉറ്റുനോക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സമൂഹ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ് ആ തരത്തിൽ നടത്തിയിട്ടുള്ളത്. ഈ പരിശോധന പോലീസിൻ്റെയും മറ്റ് സർക്കാർ വകുപ്പുകളുടെയും സാന്നിധ്യത്തിൽ ഊർജ്ജസ്വലമായി ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഈ ജാഗ്രത ആ തരത്തിലുള്ള പരിശോധനയും നിരീക്ഷണവുമൊക്കെ ജില്ലയിൽ കർശനമായി തുടരുകയും ചെയ്യുകയാണ്. ഓക്കെ, മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. പാലക്കാട്ടേക്ക് പോകാം. 7 പേർ കഴിഞ്ഞ ദിവസം ചികിത്സയിലുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. 3378 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 60 പേരും വീടുകളിൽ 3318 പേരും. 26,145 പേർ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ ലംഘനത്തിന് 196 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ്. പ്രസാദ്, അവിടെ ചികിത്സയിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? എന്തൊക്കെയാണ് പാലക്കാട്ടെ പൊതുവായ സാഹചര്യം? പാലക്കാട് ഇപ്പോൾ ചികിത്സയിലുള്ള 6 പേരിൽ 4 പേരുടെയും 2ാം സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നുള്ള ഒരു ആശ്വാസ വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ കഞ്ചിക്കോട് ജോലി ചെയ്തിരുന്ന UP സ്വദേശി, വിളയൂർ സ്വദേശി, കാവിൽപ്പാട്, മറ്റൊന്ന് മലപ്പുറം സ്വദേശി, ഇവരുടെ തുടർ പരിശോധനാ ഫലമാണ് നെഗറ്റീവായിട്ടുള്ളത്. ഒരു തവണ കൂടി പരിശോധന നടത്തി ഫലം നെഗറ്റീവായാൽ ഇവർക്ക് ആശുപത്രി വിടാം. അതോടൊപ്പം തന്നെ കോട്ടോപ്പാടം സ്വദേശി, ഒരു മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്ന കോട്ടോപ്പാടം സ്വദേശിയുടെ ആദ്യ പരിശോധനാ ഫലവും, അതായത് തുടർ പരിശോധനാ ഫലത്തിൽ ആദ്യമായി നെഗറ്റീവ് കാണിച്ചു എന്നുള്ള ഒരു ആശ്വാസം കൂടിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെയും ഇനി അടുത്ത പരിശോധനാ ഫലം കൂടി നെഗറ്റീവായാൽ ഇവർക്ക് ആശുപത്രി വിടാം എന്നാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഒരാൾ മാത്രമാണ് പോസിറ്റീവായി തുടരുന്നത്. കുഴൽമന്ദം സ്വദേശിയാണ് പോസിറ്റീവായി തുടരുന്നത്. അദ്ദേഹത്തിന്റെ മറ്റ് 5 പേരുടെയും നെഗറ്റീവാണ് എന്നുള്ളത് തന്നെയാണ് ജില്ലയിൽ നിന്നുള്ള വലിയൊരു ആശ്വാസ വാർത്ത. ശരി, അതോടൊപ്പം തന്നെ പ്രസാദ് ഉടുമ്പിശ്ശേരി ആണ് പാലക്കാട് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. കോവിഡ് ജില്ലാ റിപ്പോർട്ടിൽ ഇപ്പോഴൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് ജില്ലകളിലെ വാർത്തകളുമായി തിരികെ എത്താം. കോവിഡ് ജില്ലാ റിപ്പോർട്ട് തുടരുകയാണ്. പത്തനംതിട്ടയിലേക്ക് പോകാം. 3 പേരാണ് അവിടെ ചികിത്സയിലുള്ളത്. 377 പേർ നിരീക്ഷണത്തിൽ, 10 പേർ ആശുപത്രിയിൽ, 367 പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. ജനറൽ ആശുപത്രിയിൽ 5 പേർ ഐസൊലേഷനിൽ കഴിയുന്നുണ്ട്. ജില്ലാ ആശുപത്രിയിൽ 3 പേരും അടൂരിൽ 2 പേരും ഐസൊലേഷനിൽ കഴിയുന്നുണ്ട്. 95 സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ടിറ്റോ തങ്കച്ചൻ ചേരുന്നു. ടിറ്റോ, കോട്ടയത്തും ഇടുക്കിയിലും രോഗം സ്ഥിരീകരിച്ചതിന്റെ ജാഗ്രത പത്തനംതിട്ട ജില്ലയിലും സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ? പ്രതി, പത്തനംതിട്ട ജില്ലയിൽ 16 ദിവസമായി പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇടുക്കിയിലും കോട്ടയത്തും പുതിയ കേസുകൾ, നിരവധി കേസുകൾ വരുന്നത് പത്തനംതിട്ടയ്ക്കും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം പത്തനംതിട്ട ജില്ല ഈ 2 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ നിരവധി കേസുകളുള്ള കൊല്ലവുമായി പത്തനംതിട്ട ജില്ല അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകളുമായുള്ള അതിർത്തികൾ അടയ്ക്കുന്നതിനുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പ്രകാരമുള്ള നടപടികൾ ഇന്നലെ തന്നെ പൂർത്തിയാകുകയും ചെയ്തിരുന്നു. പോക്കറ്റ് റോഡുകളിൽ ഏതാണ്ട് പൂർണ്ണമായി ാണ് പ്രധാന റോഡുകൾ. പത്തനംതിട്ടയിലൂടെ കടന്നു പോകുന്ന ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വരികയാണെങ്കിൽ MC റോഡ്, അതുപോലെ കോട്ടയം ഭാഗത്തേക്ക് പോകുമ്പോഴും MC റോഡ്, തിരുവല്ല വഴിയുള്ള MC റോഡ്, ഇങ്ങനത്തെ പ്രധാന റോഡുകൾ മാത്രമാണ് തുറന്നു വെച്ചിട്ടുള്ളത്. ഇതിലൂടെ തന്നെ ചരക്ക് ഗതാഗതത്തിനും മറ്റും വേണ്ടി മാത്രമാണ് ഇപ്പോൾ അനുമതിയുള്ളത്. മറ്റ് ആളുകൾ പോകുന്നതെല്ലാം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക്, അതായത് ആശുപത്രി സംബന്ധമായ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ വളരെ അടുത്ത ബന്ധുക്കളുടെ മരണം, ഇത്തരത്തിൽ ആളുകൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകുന്നത്. മറ്റൊരു കാര്യം, മടങ്ങി വരുന്ന പ്രവാസികളെ സംബന്ധിച്ചാണ്. ഏതാണ്ട് 9100-ലധികം പ്രവാസികൾ ഇതിനോടകം തന്നെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ജില്ലക്കാരായവർ ഈ ലോക്ക്ഡൌണിന് ശേഷം മടങ്ങി വരാനുള്ള സാധ്യത മുൻനിർത്തി നിരവധി ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 13,000-ലധികം ബെഡുകൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റ് രോഗങ്ങൾക്കെതിരെയുള്ള, അതായത് ഡെങ്കിപ്പനി പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കുന്നതിനുള്ള ക്രമീകരണവും ജില്ലയിൽ ചെയ്യുന്നുണ്ട്. ഇടവിട്ട് പത്തനംതിട്ട ജില്ലയിൽ വേനൽ മഴ ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ക്രമീകരണങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത്. പ്രദീപ്. റൈറ്റ്, ടിറ്റോ തങ്കച്ചനാണ് ചേർന്നത്. എറണാകുളത്തേക്ക് പോകാം. ഒരാൾ മാത്രമാണ് ചികിത്സയിലുള്ളത്. 758 പേർ നിരീക്ഷണത്തിൽ, 22 പേർ ആശുപത്രിയിൽ, 736 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇനി ലഭിക്കാനുള്ളത് 251 പരിശോധനാ ഫലം. ഇതിലേറെ നിർണായകം സമൂഹ വ്യാപനം അറിയാനായി ശേഖരിച്ച സാമ്പിളുകളും ഇതിൽ പെടുന്നു. N. ശ്രീനാഥ് ചേരുകയാണ് എറണാകുളത്ത് നിന്ന്. ശ്രീനാഥ്, പുതിയ കേസുകൾ ഇല്ല, പക്ഷേ ഈ പരിശോധനാ ഫലങ്ങൾ വൈകുന്നത് ആശങ്ക ഒഴിവാക്കുന്നുണ്ടോ? ഏറ്റവും നിർണായകം ഇതാണ്, ഇനി വരാനുള്ള 250 പരിശോധനാ ഫലം, അതിൽ സമൂഹ വ്യാപനം അറിയാനായുള്ള സാമ്പിളുകളും. നിർണായകമായ ദിവസമാണ് എറണാകുളത്ത്.
പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഒരു കേസ് മാത്രമാണ് പോസിറ്റീവായി കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കൊച്ചിയിലുള്ളത്. പക്ഷേ പരിശോധനാ ഫലങ്ങൾ വളരെ വൈകി മാത്രമേ കൊച്ചിയിൽ ഇപ്പോൾ എത്തുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 100-ലധികം കേസുകളുടെ ഫലം അറിയാനുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം എത്തിയത് ഒരു പരിശോധനാ ഫലം മാത്രമാണ്. ഇപ്പോൾ 256 പരിശോധനാ ഫലങ്ങൾ കൊച്ചിയിൽ രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. ഇതിൽ ഏറ്റവും നിർണായകമായത് 165 രക്തസാമ്പിളുകളുടെ ഫലമാണ്. അത് സമൂഹ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി ശേഖരിച്ചിരിക്കുന്നതാണ്. അവയുടെ ഫലം വന്നാൽ മാത്രമേ ഇത് എത്രമാത്രം സമൂഹ വ്യാപനം കൊച്ചിയും പരിസര പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പരിശോധനാ ഫലങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊന്ന് 21 കഴിഞ്ഞ മാസം 21 പാലക്കാട് പോസിറ്റീവായ ഒരു കോവിഡ് രോഗിയുണ്ട്. അയാളുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ളവരും അയാളുമായി സെക്കൻഡറി സമ്പർക്കത്തിലുള്ളവരും കൊച്ചിയിലുണ്ട്. ഇവരുടെ പരിശോധനാ ഫലങ്ങളും ഈ പെൻഡിംഗ് ആയ പരിശോധനാ ഫലങ്ങളുണ്ട്. ഈ 256 പരിശോധനാ ഫലങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതുകൂടി വന്നാൽ മാത്രമേ കൊച്ചിയിൽ എത്രമാത്രം ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ പരിശോധനാ ഫലം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. അതിനുവേണ്ടി കൊച്ചി കാത്തിരിക്കുകയാണ്. ശരി, എൻ ശ്രീനാഥാണ് എറണാകുളത്ത് നിന്ന് ചേർന്നത്. തിരുവനന്തപുരത്തേക്ക് പോകാം. ആരും തന്നെ ചികിത്സയിലില്ല. 2075 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ 57 പേരും വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലുമായി 2018 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇന്നലെ പരിശോധനയ്ക്ക് അയച്ചത് 7 സാമ്പിളാണ്. ഇന്നലെ ലഭിച്ച 39 ഫലവും നെഗറ്റീവാണ്. മാർ ഇവാനിയോസ് കോളേജ് ഹോസ്റ്റലിൽ 97 പേരെ കരുതൽ നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. SS ശരൺ ചേരുകയാണ്. ശരൺ, ഓറഞ്ച് സോണിൽപ്പെടുന്നതാണ് തലസ്ഥാന ജില്ല. ഇളവുകളും പ്രഖ്യാപിച്ചിരുന്നു. എന്താണ് തിരുവനന്തപുരത്തെ ഇന്നത്തെ അവസ്ഥ? തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല. പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മാത്രം 39 പരിശോധനാ ഫലങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഈ പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. ഇതോടൊപ്പം പുതിയതായി രോഗനിരീക്ഷണത്തിലാവുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ കുറവ് വന്നിട്ടുണ്ട്. ഇന്നലെ 11 പേർ മാത്രമാണ് രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏതായാലും ഈ വർക്കല സ്വദേശിയുമായി ഇടപഴകിയ കൂടുതൽ ആളുകളുടെ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. നേരത്തെ ഇയാൾ ക്വാറന്റീനിലായിരുന്ന സമയത്ത് ക്വാറന്റീൻ ലംഘിച്ച് 3 ആശുപത്രികളിൽ പോയിരുന്നു. അങ്ങനെ 3 ആശുപത്രികളിൽ പോയപ്പോൾ തന്നെ അവിടെ ഇയാളുമായി ഇടപഴകിയ ആളുകളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. 120ഓളം പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ, അതായത് കുറച്ച് ആളുകളുടെ ഫലങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ബാക്കി ആളുകളുടെ ഫലങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കോവിഡ് സ്ഥിരീകരിച്ച നേഴ്സ് തിരുവനന്തപുരത്തെ RCCയിലാണ് ജോലി ചെയ്തിരുന്നത്. ഇവരുമായി ഇടപഴകിയ ആളുകളെയും കണ്ടെത്തിയിരുന്നു. ഇവരുടെ പരിശോധനാ ഫലവും ഇന്ന് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SS ശരണാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ആലപ്പുഴയിലേക്ക് പോകാം. ആരും തന്നെ ചികിത്സയിലില്ല. 1353 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 2 പേർ ആശുപത്രിയിലും 1351 പേർ വീടുകളിലും നിരീക്ഷണത്തിലുണ്ട്. ഏറ്റവും ഒടുവിൽ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത് ഏപ്രിൽ 9-നായിരുന്നു. സമ്പർക്കത്തിലൂടെ ആർക്കും തന്നെ രോഗബാധയുമില്ല. സാമ്പിളുകളുടെ എണ്ണം 1012. ഇനി 96 ഫലം കൂടി വരാനുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, പൊതുവെ ശാന്തമായ അന്തരീക്ഷം എന്ന് തന്നെ പറയാം. 3 ആഴ്ചയോളമായി പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ആലപ്പുഴയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ? പ്രദീപ, ആലപ്പുഴ ആശ്വാസകരമായ പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ലോക്ഡൌണുമായി ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് ജില്ലയിൽ ഇപ്പോഴും തുടരുന്നത്. 1353 പേരാണ് വീടുകളിലും ആശുപത്രികളിലുമായി നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത് 2 പേർ മാത്രമാണ്. അത്തരത്തിൽ ആശുപത്രികളിലേക്ക് നിരീക്ഷണത്തിലെത്തുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നത് ജില്ലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അടുത്ത ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ഒരുക്കമാണ് പ്രധാനമായും നടത്തുന്നത്. മറ്റൊന്ന്, ലോക്ഡൌണുമായി ബന്ധപ്പെട്ട യാത്രകളിലുള്ള നിയന്ത്രണമാണ്. അതായത് കോട്ടയം അതിർത്തി പങ്കിടുന്ന പ്രധാന റോഡുകളെല്ലാം തന്നെ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, കോട്ടയം ജില്ലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ആലപ്പുഴയിൽ നിന്ന് പോയി വരുന്ന ആളുകൾ അവിടെ തന്നെ തുടരാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രദീപ്. ശരി, ശരണ്യ സ്നേഹജനാണ് ചേർന്നത് ആലപ്പുഴയിൽ നിന്ന്. തൃശ്ശൂരിലേക്ക് പോകാം. ആരും തന്നെ ചികിത്സയിൽ ഇല്ല. 897 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. പക്ഷേ ആശുപത്രിയിൽ 19 പേരും വീടുകളിൽ 878 പേരും. തൃശ്ശൂരിൽ ഇന്നലെ 7 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതുവരെ 1190 സാമ്പിളുകളാണ് തൃശ്ശൂരിൽ നിന്ന് പോയത്. 989 ഫലം വന്നു കഴിഞ്ഞു. ഇനി 201 ഫലം കൂടി ലഭിക്കാനുണ്ട്. സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണത്തിൽ വർധനയുണ്ട്. ഇതിൽ ആശങ്കയുണ്ടോ?
നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നേരിയ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഭയാശങ്ക വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം ആരോഗ്യവകുപ്പും വ്യക്തമാക്കുന്നത്. രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ കൂടി രോഗികളുമായി സമ്പർക്കം പുലർത്തിയവരോ അവരുമായി സമ്പർക്കം പുലർത്തിയവരുടെ എല്ലാം സാമ്പിളുകൾ നിലവിൽ ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 200ഓളം സാമ്പിളുകളുടെ ഫലം ഇനിയും തൃശൂരിൽ വരാനുള്ളത് എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇളവുകൾ കൂടുതലായി അനുവദിച്ചതിനു പിന്നാലെ ധാരാളമായി ലോക്ഡൌൺ ഉള്ള സമയത്തിനേക്കാൾ കൂടുതലായി വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളുമാണ് നിരത്തിൽ ഇറങ്ങുന്നത്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് കടകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇളവുകൾ അനുവദിച്ചതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയ്ക്കകത്തുള്ള പോലീസ് പരിശോധനയിലും ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വനാഥനാണ് തൃശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ഇനി നമുക്ക് വയനാട്ടിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആരും തന്നെ ചികിത്സയിലില്ല. 851 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. 9 പേർ ആശുപത്രിയിലും 842 പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. 153 പേർ കൂടി നിരീക്ഷണകാലം പൂർത്തിയാക്കി. ഇതുവരെ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയവർ 13,073. രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയ പോസിറ്റീവ് കേസുകളില്ലാത്ത ഒരു മാസം പൂർത്തിയാക്കുകയാണ് വയനാട്. ഓറഞ്ച് കാറ്റഗറിയിലാണ്. ചില ഇളവുകളും ജില്ലയ്ക്ക് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? മാർച്ച് 30 മുതൽ പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകളൊന്നും തന്നെ വയനാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യ പ്രവർത്തകരും. മറ്റു ചില നിയന്ത്രിതമായ ഇളവുകളും ജില്ലയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിനിടയ്ക്ക് ഇതൊക്കെയാണെങ്കിലും സമൂഹ വ്യാപനം തടയുന്നതിനുള്ള കർശന നടപടികൾ ജില്ലയിൽ തുടരുകയാണ്. ഇന്ന് പൊതുയിടങ്ങളിൽ മുഖാവരണം ധരിക്കാതെ എത്തുന്ന ആളുകൾക്ക് 5,000 രൂപ പിഴ ഈടാക്കുന്നു. അതുപോലെ തന്നെ കടകളിൽ സാനിറ്റൈസറും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും വയ്ക്കാത്ത വ്യാപാരികൾക്ക് 1000 രൂപയും പിഴ ഈടാക്കുന്നുണ്ട്. സമൂഹ വ്യാപനം വരും ദിവസങ്ങളിൽ വ്യാപിപ്പിക്കുമെന്ന ഒരു മുൻകരുതൽ, അതിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ് വയനാട് ജില്ലാ ഭരണകൂടം ഇത്തരം നടപടികളിലൂടെ മുന്നോട്ട് വെക്കുന്നത്. വലിയ തരത്തിലുള്ള പരിശോധനയാണ് ജില്ലയിൽ അതിർത്തികളിൽ നടക്കുന്നത്. അതിർത്തികൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു. സംസ്ഥാനാന്തര യാത്രകൾ കർശനമായി വിലക്കിയിരിക്കുന്നു. സമൂഹ വ്യാപനം തടയാൻ പ്രധാനമായും ഇപ്പോൾ പിഴ ഈടാക്കിക്കൊണ്ടുള്ള ഈ നടപടി വലിയ തരത്തിലുള്ള സമൂഹ വ്യാപനം തടയാൻ വരും ദിവസങ്ങളിൽ ജില്ലയ്ക്ക് പുതിയ ഇളവുകൾ കിട്ടിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതുപോലെ നിയന്ത്രിക്കാനും കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം കണക്കാക്കുന്നത്. ശരി, രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്ന് ചേർന്നത്. കോവിഡ് ജില്ലാ റിപ്പോർട്ട് ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. അടുത്ത റിപ്പോർട്ട് രാത്രി 9-ന്. നമസ്കാരം.